ഹലോ, ഇത് 17th ചാപ്റ്ററാണ്. ഇതൊരു പുതിയ ഇഖായി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മുമ്പത്തെ ഇഖായിയൊക്കെ ത്യോഹാർ അല്ലെങ്കിൽ ആഘോഷങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ഇത് ഹരി ബരി ദുനിയ, നല്ല പച്ചപ്പ് നിറഞ്ഞ ലോകം. ഇതൊരു ആനന്ദമയി കവിതയാണ്. ഈ കവിതയുടെ പേരാണ് ഹവ. നമുക്ക് ഈ കവിതയൊന്ന് വായിച്ചു നോക്കിയാലോ. ऊपर नीचे दाएं बाएं हवा चली साय साय, मुन्नी को छेड़कर चढ़ गई पेड़ पर. हाथ नहीं आऊंगी, दूर में उड़ जाऊंगी. मुन्नी बोली हंसकर, हवा रानी बस कर. पकड़ तुझे में लाऊंगी, फुग्गे में ले जाऊंगी. എങ്ങനെയാ? നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. നിങ്ങളും കൂടെ പാടാമോ? ऊपर नीचे दाएं बाएं हवा चली साय साय, मुन्नी को छेड़कर चढ़ गई पेड़ पर. हाथ नहीं आऊंगी, दूर में उड़ जाऊंगी. मुन्नी बोली हंसकर, हवा रानी बस कर. पकड़ तुझे मैं लाऊंगी, फुग्गे में ले जाऊंगी. എന്താ പറയുന്നത്? അതെ, ഇവിടെ കാറ്റും മുന്നിയും കൂടെ കളിക്കുകയാണല്ലേ. മുന്നിയെ കളിയാക്കിക്കൊണ്ട് മുന്നിയോട് തമാശയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ്. എങ്ങനെയാ? ഊപ്പർ നീച്ചേ. ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പം മുകളിലും താഴെയും, ദായേ ബായേ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അപ്പം നമ്മുടെ ചുറ്റും ലെഫ്റ്റ് റൈറ്റ് മുകളിൽ താഴെയൊക്കെ ഹവാ ചലി സായ് സായ്. സായ് സായ് എന്ന് പറഞ്ഞാൽ കാറ്റ് പോകുന്ന സമയത്തുള്ള ശബ്ദമാണ്. വിഷ്, അങ്ങനെയല്ലേ കാറ്റ് പോവാ. മുകളിലും താഴെയും റൈറ്റും ലെഫ്റ്റും ഒക്കെ ഇങ്ങനെ കാറ്റ് പറന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നി കോ ഛേഡ്കർ ചढ़ गई पेड़ पर. മുന്നിയെ കളിയാക്കിക്കൊണ്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ഹാത്ത് നെയ് ആവുങ്കി, ദൂർ മേ ഉഡ് ജാവുങ്കി. മുന്നിയോട് പറയാ, നിനക്കെന്നെ പിടിക്കാൻ കിട്ടില്ലല്ലോ, ഞാൻ മുകളിലേക്ക് പോവല്ലോ. മുന്നി ബോലി ഹസ്കർ. അത് കേട്ടപ്പോൾ മുന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹവാറാണി ബസ്കർ. ഹവാറാണി എന്ന് എങ്ങനെയാ വിളിക്കുന്നത്? ഓ ക്യൂൻ വിൻഡ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഹവാറാണി ഒന്ന് നിർത്താമോ? ബസ്കർ, നിർത്താമോ? പക്കട് തുജേ മേലാവുങ്കി, നിന്നെ എന്തായാലും ഞാൻ പിടിക്കും. എന്നിട്ടോ ഫുഗ്ഗേ മേലേ ജാവുങ്കി, ബലൂണിൻ്റെ ഉള്ളിൽ നിറച്ച് കൊണ്ടുപോകും. അപ്പം നല്ല കവിതയാണല്ലേ. എല്ലാവരും വായിച്ച് നന്നായിട്ട് ഈ കവിത പഠിക്കണം കേട്ടോ. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. चित्रकारी. मान लीजिए कि मुन्नी ने हवा से भरे फुग्गे आपको दे दिए. മുന്നി നമ്മൾ പറഞ്ഞു, ഫുഗ്ഗെ എന്ന് പറഞ്ഞാൽ എന്താ? ബലൂണുകൾ. അപ്പോൾ നിറയെ കാറ്റ് നിറച്ചിട്ടുള്ള ബലൂണുകൾ മുന്നി നിങ്ങൾക്ക് തരുകയാണെന്ന് വിചാരിക്കുക. ആപ് ഉൻ ഫുഗ്ഗെ സെ ക്യാ കരേംഗെ? നിങ്ങൾ ആ ഒരു ബലൂണുകൾ എടുത്തിട്ട് എന്തൊക്കെയാ ചെയ്യുക? सोचिए, चित्र बनाइए और कुछ शब्द भी लिखिए. നിങ്ങൾ എന്തൊക്കെ കളിക്കും, എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാ ചെയ്യാമെന്ന് ഇവിടെ എഴുതണം. അതേപോലെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാന്നുള്ളതിൻ്റെ ചിത്രവും വരയ്ക്കണം. എങ്ങനെയാ? കുറേ ബലൂണുകളുടെ ചിത്രം, നിങ്ങൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നുള്ള ചിത്രം എല്ലാം വരയ്ക്കണം. ഓക്കെ. कुछ शब्द नीचे दिए गए हैं, आप उनमें से भी शब्द चुन सकते हैं. അപ്പോൾ ഈ കുറച്ച് വാക്കുകൾ താഴെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാക്കുകൾ എഴുതാൻ വേണ്ടി, ഈ സെൻറ്റൻസുകൾ എഴുതാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന വാക്കുകളും ഉപയോഗിക്കാം. എന്തൊക്കെയാ ഈ വാക്കുകൾ? ഹവ, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, വിൻഡ്. ഫുഗ്ഗ, ഫുഗ്ഗ എന്ന് പറഞ്ഞാൽ ബലൂൺ. ഗുബ്ബാര, ഗുബ്ബാര എന്ന് പറഞ്ഞാലും ബലൂൺ. ഖേൽ, ഖേൽ എന്ന് പറഞ്ഞാൽ കളി. മുന്നി, മുന്നി നമ്മൾ കണ്ടു അല്ലേ, മുന്നി. അടുത്തത്, चित्र में देखकर बताइए कि मुन्नी के बाई और
दाई और उसके आगे और उसके पीछे और क्या क्या दिख रहा है. അപ്പം നമ്മുടെ മുന്നി ഇവിടെ ഉണ്ട്. ഈ മുന്നിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫ്രണ്ടിലും പിന്നിലും എന്തൊക്കെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നോക്കിയേ, മുന്നിയെ നോക്കുമ്പോൾ ഇത് ഏത് സൈഡാണ്? ഇത് ദായേ. ദായേ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. ഈ സൈഡാണ് ലെഫ്റ്റ് സൈഡ്, ബായേ. ഇതാണ് ആകെ. ആകെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ. ഇതാണ് ഈ സൈഡാണ് പീച്ചേ. എന്തൊക്കെയാ അപ്പോൾ മുന്നിയുടെ റൈറ്റ് സൈഡിലുള്ളത്? ഇവിടെ ഒരു മരമുണ്ട്, ഇവിടെ കുറച്ച് കല്ലുകളുണ്ട്, ഇവിടെ വാളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കിതിൽ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ. അതേപോലെ മുന്നിയുടെ ലെഫ്റ്റ് സൈഡിലോ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഇവിടെ ഒരു സീസോ ഉണ്ട്, ഇവിടെയും ഒരു മരമുണ്ടല്ലേ. പിന്നെ മുന്നിയുടെ ആകെ ഫ്രണ്ട് സൈഡിൽ മുത്തശ്ശി ദാദാ ദാദി ഇരിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്. കൂടാതെ ഇവിടെയും 2 പേരുണ്ട്. മുന്നിയുടെ ബ്രദർ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ഇവിടെ ബോളുണ്ട്, ഇവിടെ താലാബുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നിലോ? പിന്നിലിതാ ചെടിച്ചട്ടിയുണ്ട്, പിന്നെ വാളുണ്ട്, വീടുണ്ട്. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുന്നിക്ക് ദായി ഓർ. നമുക്ക് എന്താ എഴുതുക? മുന്നിക്ക് ദായി ഓർ. ദായി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എന്തൊക്കെയായിരുന്നു ഉള്ളത്? പേड़, പത്ഥർ, മരവും കല്ലും. മുന്നിക്ക് ബായി ഓർ. മുന്നിയുടെ ലെഫ്റ്റ് സൈഡിൽ झूല, പിന്നെ അവിടെ ഒരു പേടുണ്ടല്ലേ, മരം. മുന്നിക്ക് ആകെ. മുന്നിയുടെ ഫ്രണ്ടിൽ ദാദാ ദാദി. ഇനിയുമുണ്ട്, നിങ്ങൾക്കതിൽ ഏത് വേണമെങ്കിലും എഴുതാം. മുന്നിക്ക് പീച്ചെ ഘർ, ഗംല. ഗംല എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയാണ്. ഓക്കെ. നെക്സ്റ്റ് ഭൂൽ ഭുലയ്യ. घोड़े को जंगल तक पहुंचाइए. घोड़े കാട്ടിലേക്ക് പോവുകയാണ്. അവിടേക്ക് എത്താൻ നിങ്ങൾ സഹായിക്കണം. ये घोड़ा केवल ओ के रास्ते पर ही चलता है. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൽ ഓ എന്ന് എഴുതിയിരിക്കുന്ന വഴിയിൽ മാത്രമേ ഈ ഒരു ഹോഴ്സ് സഞ്ചരിക്കുള്ളൂ. और अन्य अक्षरों पर रुक जाता है. ബാക്കിയുള്ള അക്ഷരത്തിൽ എത്തിയാൽ എന്ത് പറ്റും? അവിടെ നിൽക്കും, അവിടുന്ന് സഞ്ചരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹോഴ്സിനെ കാട്ടിലെത്താൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നോക്കാം അല്ലേ. ഓ, ഇനി എവിടെയാണുള്ളത്? ആ, ഇവിടെയുണ്ട്. ഇനിയോ? ഓ, ഇവിടെയും ഓ. ഓ ഓ ഓ ഓ ഓ, കാട്ടിലെത്തിയല്ലോ. അപ്പം നിങ്ങൾ ഇതിൽ നോക്കാതെ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഇതിവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. നിങ്ങൾ കവിത എല്ലാവരും വായിച്ച് പഠിക്കണം. ഓക്കെ, ബൈ.